നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. സാറിന്റെ മുഖം കണ്ടാലറിയാം സാറിന് ഒരു കുറ്റം ചെയ്യാൻ പറ്റില്ലെന്ന്. സാറിന്റെ മുഖത്തിന് തന്നെ എന്തൊരു വെളിച്ചോ. ആ ദൈവാനുഗ്രഹം മുഖത്ത് കാണും സാറേ. പക്ഷേ ദൈവം ശപിച്ചല്ലോ സാറേ. പണ്ട് ജയിലിൽ കിടക്കുമ്പോൾ ഒരു കൊട്ടേഷൻ ടീം എന്നെ കൊല്ലാൻ പ്ലാൻ ചെയ്തു. ഇന്റലിജൻസ് വഴി വിവരം ചോർത്തി അന്നെന്നെ രക്ഷിച്ചത് എൻ്റെ മരുമകൻ കാർത്തിയായിരുന്നു. ഓ, ഒരിക്കൽ കൂടി സാറിനെ മരുമോൻ രക്ഷിക്കേണ്ടി വരും. എനിക്ക് മനസ്സിലായില്ല. ഞാൻ ഇതിനകത്ത് കിടക്കുന്നത് സാറിനെ കൊല്ലാനാ. വലിയ പോലീസ് ഏമാന്മാരുടെ അറിവോടുകൂടിയ സാറേ എന്നെ കൊട്ടേഷൻകാരനാക്കി ഇതിനകത്തിട്ടിരിക്കുന്നത്. ബാബു, പക്ഷേ സാറിനെ ഞാൻ കൊല്ലില്ല. പല പ്രാവശ്യം ഞാൻ കൊല്ലാൻ ഒരുങ്ങിയതാ. പക്ഷേ എനിക്ക് കഴിയില്ല സാറേ. പലരെയും കൊന്നിട്ടുള്ള ഒരാളാണ് ഞാൻ. സാറിന്റെ മുഖത്തേക്ക് നോക്കുമ്പോ എനിക്ക് പറ്റുന്നില്ല സാറേ. എനിക്കൊരു ആത്മബന്ധം പോലെ. പക്ഷെ ഞാനത് ചെയ്തില്ലെങ്കിലും സാർ ഇവിടെ സുരക്ഷിതനല്ല. എന്റെ സ്ഥാനത്ത് ഇന്നല്ലെങ്കിൽ നാളെ മറ്റൊരാൾ വരും. സാർ എത്രയും പെട്ടെന്ന് ഈ വിവരം കാർത്തിക് സാറിനെ അറിയിക്കണം. ഇല്ലെങ്കിൽ സാറിന്റെ ജീവൻ അപകടത്തിലാണ്. സംഭവിക്കാനുള്ളത് സംഭവിച്ചോട്ടെ ബാബു. കാലപുരുഷന്റെ കണക്ക് പുസ്തകത്തിൽ നിന്ന് എന്റെ പേര് നീക്കം ചെയ്യാൻ തീരുമാനമായെങ്കിൽ അതങ്ങനെ തന്നെ നടക്കട്ടെ. ശുഭനിദ്ര, ശുഭരാത്രി. ജമാലെ, എന്താ ഇത് സെൽ നമ്പർ 13 കൊണ്ടു കൊടുക്ക്.
ഇത്രയും നല്ല അച്ഛനമ്മമാരുണ്ടായിരുന്നിട്ടും തങ്കം പോലൊരു ഭാര്യ ഉണ്ടായിരുന്നിട്ടും സാറ് രണ്ടാമതൊരു വിവാഹത്തിന് എനിക്കറിയില്ല ബാബു. മനുഷ്യർ ചെയ്യുന്ന തെറ്റുകൾക്ക് ദൈവത്തിൻ്റെ പേരിൽ ഞാൻ പഴി ചാരുകയല്ല, സ്വയം ന്യായീകരിക്കുകയോ ശുദ്ധീകരിക്കുകയോ അല്ല. എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും ദൈവത്തിൻ്റെ ഒരു വലിയ പങ്കുള്ളതുപോലെ അതിൻ്റെയൊക്കെ കാരണക്കാരൻ ദൈവം തന്നെയാണെന്നൊരു തോന്നൽ. എനിക്കെൻ്റെ ജീവനായിരുന്നു എൻ്റെ ദേവി, എൻ്റെ ഹൃദയത്തിൻ്റെ ഉടമ. അവളോടുള്ള സ്നേഹത്തിൻ്റെ ആഴം വിവരിക്കാനുള്ള വാക്കുകൾ എനിക്കറിയില്ല. എന്നിട്ടും ഞാൻ എന്താടാ ഇത്? അമ്മേ, ഞാൻ മാധുരിയെ, എല്ലാവരും എന്നോട് ക്ഷമിക്കണം. എനിക്കങ്ങനെ ഒരു തീരുമാനം എടുക്കേണ്ടി വന്നു. ഇത്രയും നല്ലവനായ സാറിന് ഇതെങ്ങനെ പറ്റി സാറേ? നല്ലതും ചീത്തയൊന്നുമില്ല ബാബു, സാഹചര്യങ്ങളായിരുന്നു വില്ലൻ. അതിൻ്റെ പേരിൽ ആരെയും കുറ്റം പറയാൻ ഞാൻ തയ്യാറല്ല. മനുഷ്യർ പല സിറ്റുവേഷനുകളിലും വികാരജീവികളാകരുത്, വിവേകശാലികളായി മാറണം. പക്ഷേ അതിനും ദൈവത്തിൻ്റെതായൊരു നീതിയുണ്ട്. എൻ്റെ ദേവിക്ക് കുട്ടികളുണ്ടാവില്ല, അവൾക്ക് ഞാനൊരു മകളെ കൊടുക്കണം. അതിന് ദൈവം ഒരുക്കിയതല്ലേ സത്യത്തിൽ മാധുരിയെ. ഒരു സത്യം ഞാൻ പറയാം, ദൗർബല്യങ്ങളെ പറ്റിയിട്ടുണ്ടാവാം, പക്ഷേ ഒരാളെയും ഒരു വാക്കുകൊണ്ടോ നോട്ടം കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഞാൻ ഉപദ്രവിച്ചിട്ടില്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.